വാട്ട് ഈസ് മാക്സിമം കൺവേർഷൻ വാല്യൂ ബിഡിംഗ് സ്ട്രാറ്റജി? നമ്മൾ മാക്സിമൈസ് കൺവേർഷൻ എന്ന് പറഞ്ഞ ബിഡിംഗ് സ്ട്രാറ്റജി പഠിച്ചു അല്ലെ, നമ്പർ ഓഫ് കൺവേർഷൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മാക്സിമം കൺവേർഷൻ വാല്യൂ ബിഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം സേസ് കൺവേർഷൻ വാല്യൂനാണ് ഇമ്പോർട്ടൻറ്റ്, നേരത്തെ നമ്പർ ഓഫ് കൺവേർഷൻസിനായിരുന്നു ഇമ്പോർട്ടൻസ് അല്ലേ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് സീ വാട്ട് മാക്സിമം കൺവേർഷൻ വാല്യൂ ഈസ്. Maximum conversion value. Maximize the total conversions value of your campaign with your specified budget. അതായത് നമുക്കൊരു സിനാരിയോ എടുക്കാം. ഒരു പർട്ടിക്കുലർ ക്യാമ്പയിനിൽ നമുക്കുള്ള ആഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺവേർഷൻസ് ഒരു ക്യാമ്പയിനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആഡിൽ നിന്ന് നമുക്കൊരു 3 കൺവേർഷൻസ് കിട്ടി. പക്ഷെ അതിൻ്റെ കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത് വെറും 6000 ആണ്. നേരെ മറിച്ച് വേറൊരു പർട്ടിക്കുലർ ആഡിൽ നിന്ന് നമുക്ക് ടോട്ടൽ കൺവേർഷൻസ് കിട്ടിയത് നമുക്കൊരു ലെറ്റ്സ് സേ ഒരു 10,000 ആണ്. ബട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് കൺവേർഷൻ ഈസ് 2. ഇനീഷ്യലി നമുക്ക് 3 കൺവേർഷനും കൺവേർഷൻ വാല്യൂ 6000ഉം നമുക്ക് സെക്കൻഡ് ആഡിൽ നിന്ന് നമുക്ക് കിട്ടിയത് വെറും 2 കൺവേർഷനും കൺവേർഷൻ വാല്യൂ 10,000ഉം. അപ്പോൾ ഗൂഗിളിന് ഏതിന് പ്രയോറിറ്റി കൊടുക്കും? ബെസ്റ്റ് പെർഫോമിംഗ് ആഡ്സ് ഏതാണ്? അത് നമുക്ക് കിട്ടിയ ആ മാക്സിമം കൺവേർഷൻ വാല്യൂ ഉള്ളത്. സോ ഇൻ ദിസ് ബിഡിംഗ് സ്ട്രാറ്റജി നമുക്ക് മാക്സിമം കൺവേർഷൻ വാല്യൂ ഉള്ള ആഡിന് പ്രയോറിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ ഗൂഗിൾ നോക്കുന്നത്. സോ നമുക്ക് എപ്പോഴും മാക്സിമം കൺവേർഷൻ വാല്യൂ ബിഡിംഗ് സ്ട്രാറ്റജി നമുക്ക് ടാർഗറ്റ് ഡ്രോസിനനുസരിച്ച് അതും കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുക. കാര്യം റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കൺവേർഷൻ വാല്യൂവിനനുസരിച്ച് നമുക്ക് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡും കൂടി കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിലോട്ട് നമുക്ക് ക്യാമ്പയിൻ ഡ്രൈവ് ചെയ്യാം. ആൻഡ് ഒപ്റ്റിമൈസേഷൻ നമുക്ക് മാനുവലി ഇൻ്റർഫിയർ ചെയ്യുന്നത് വളരെ കുറവാകും. കാര്യം ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഒപ്റ്റിമൈസ് ചെയ്യും അല്ലേ. നമുക്കൊരു എക്സാമ്പിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എങ്ങനെയാണ് റോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് കൺവേർഷൻ വാല്യൂ ഒക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ബിഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. So now we have learned about what maximum conversion value is. So in the next video we are going to learn about what is target impression share. ഈ ഒരു ബിഡിംഗ് സ്ട്രാറ്റജിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. I will see you on the next video. Thank you.